അപ്പോൾ നമ്മൾ 30 ഡേ ഹോം വർക്കൗട്ട് സീരീസിന്റെ 13th ഡേ 13ാമത്തെ ദിവസം എത്തിയിരിക്കുകയാണ്. ഓക്കെ, നല്ല രീതിക്ക് എത്തിയിരിക്കുന്നത്. ഇന്ന് കുറച്ച് കട്ടപ്പൻ വർക്കൗട്ട് ആണ്. വാ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോ ഇന്നത്തെ വർക്കൗട്ട് കുറച്ച് ഇന്റൻസ് ആയിരിക്കും കേട്ടോ. കാരണം വെച്ചാൽ നമ്മളിപ്പോ 3rd വീക്കിലാണ് വന്ന് നിൽക്കുന്നത്. 3rd വീക്ക് എന്ന് പറയുമ്പോൾ 13ാമത്തെ 13th ഡേ ആയി. 30 ഡേ ഓഫ് വർക്കൗട്ട്സിന്റെ 13ാമത്തെ ദിവസത്തിൽ എത്തി നിൽക്കുകയാണ് നമ്മൾ. ഓക്കെ, സോ കുറച്ചുകൂടെ ഇന്റൻസ് ആയിരിക്കും, കുറച്ചുകൂടെ നമ്പർ ഓഫ് വർക്കൗട്ട്സ് കൂടുതലായിരിക്കും, കാർഡിയോ വർക്കൗട്ട്സ് ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. അങ്ങനെ ഒരു ഇത്തിരി ഇന്റൻസ് ആയിരിക്കും. പക്ഷെ ഇത് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് അത്ര ഇന്റൻസ് ആയി ഫീൽ ചെയ്യത്തില്ല. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. റെഡി, വാം അപ്പ്. ഫസ്റ്റ് നെക്ക് റൊട്ടേഷൻ. 1 2 3 4 5 6 7 8 9 10. റിലാക്സ്. ആം റൊട്ടേഷൻ. ബാക്കിലേക്ക് മാറുന്നു, കൈയടിക്കുന്നു. റെഡി. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15. തിരിച്ച് 15 14 13 12 11 10 9 8 7 6 5 4 3 2 1. 1 2 3 4 5 6 7 8 9 10. Reverse. 10 9 8 7 6 5 4 3 2 1. Okay, 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20. Okay, 1 2 3 4 5 6 7 8 9 10. തിരിച്ച് 10 9 8 7 6 5 4 3 2 1. Okay, then കാല് വൈഡാക്കി വെച്ചിട്ട് ഫ്രണ്ട് ബാക്ക് 2 ലെഗ്സ് ഫുൾ സ്ട്രെച്ച് ബാക്ക്. 1 2 3 4 5 6 7 8 9 10. Relax. Okay, then leg raise. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17
18, 19, 20. ബാക്കിലേക്ക് 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20. സൈഡിലേക്ക് പോട്ടെ. Come on, ready? 1, 2, 3, 4, 5, 6, 7, 8, 9, 10. അടുത്ത 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഓക്കെ, അപ്പോ വാപ്പ് കഴിഞ്ഞു. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരും തന്നെ ഡംബലൊക്കെ വാങ്ങി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരും ഡംബലൊക്കെ എടുത്ത് റെഡി ആയിക്കോ. നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് എന്തോ ഡംബൽ ത്രസ്റ്റേഴ്സ് ആണ്. ഡംബൽ ത്രസ്റ്റേഴ്സ് നമ്മൾ ചെയ്തിട്ടുണ്ട്, ഇതിനു മുന്നേ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം, കാണിച്ചിട്ട് ചെയ്താൽ മതി കേട്ടോ. അതായത് ഡംബൽ ഇവിടെ ഹോൾഡ് ചെയ്യുന്നു. ഓക്കെ, ദാ ബാക്കിലേക്ക് ഉണ്ടോ, സ്ക്വാട്ട് ചെയ്യുക. സ്ക്വാട്ട് ചെയ്തിട്ട് പൊങ്ങുന്നതിന്റെ കൂട്ടത്തിൽ 1 കണ്ടോ, തിരിച്ചു വരുന്നു, സ്ക്വാട്ട് ചെയ്യുന്നു, എഴുന്നേക്കുന്നു, 2 കണ്ടോ. മനസ്സിലായല്ലേ? ഓക്കെ, മനസ്സിലായോ? എല്ലാവരും ഡംബലൊക്കെ വാങ്ങിച്ചു എന്ന് കരുതുന്നു കേട്ടോ. സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഈ വർക്കൗട്ട് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ സൗണ്ട് വയ്ക്കുന്ന കേട്ടോ. ഓക്കെ, ഒരിത്തിരി ഫ്രണ്ടിലേക്ക് നിന്നോ, നിന്നല്ലേ കാണാൻ പറ്റില്ല. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഡംബൽ എടുക്കുന്നു, ഷോൾഡറിൽ ഹോൾഡ് ചെയ്യുന്നു, സ്ക്വാട്ട്. 12 കൗണ്ട്സ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. റെഡി? 1, 2, പതുക്കെ പതുക്കെ പതുക്കെ. 3, എന്റെ കൗണ്ടിനനുസരിച്ച് 4, 5, 6, 7, 8, 9, 10, 11, 12. കുറച്ച് സമയം കൊടുത്തു. ചൂടായല്ലേ വീണ്ടും. അടുത്തത് റെനഗേഡ് റോ ആണ്. അതെങ്ങനെ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല്, ഡംബൽ ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. ഡംബൽ ഉള്ളവർ ഇങ്ങനെ ഹോൾഡ് ചെയ്യുക. ഓക്കെ, ഇങ്ങനെ ഹോൾഡ് ചെയ്യുക. 1 കണ്ടോ, 2 കണ്ടോ, കാല് വൈഡാക്കി വെച്ചു. അപ്പൊ ഒരു ബാലൻസ് കിട്ടും, അല്ലെങ്കിൽ ബാലൻസ് കിട്ടത്തില്ല. ഇനി ഡംബൽ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ കൈ ഇങ്ങനെ വെച്ചിട്ട് 1, 2, 3 കണ്ടോ. ചെയ്ത് കാണിച്ചോ. അല്ല, നീ ഡംബൽ ചെയ്തോ, കുഴപ്പമില്ല. മനസ്സിലായല്ലോ? അതായത് ഡംബൽ ഉള്ളവര് ഡംബൽ വെക്കുക. മാക്സിമം നിങ്ങൾ ഡംബൽ വെച്ച് തന്നെ ചെയ്യാൻ ട്രൈ ചെയ്യുക കേട്ടോ. മാക്സിമം. നിങ്ങൾക്ക് ഡംബൽ ഉണ്ടായിട്ടും ഇത് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാനിപ്പോ കാണിച്ച പോലെ ഫ്രീ ഹാൻഡ് ആയിട്ട് ചെയ്യാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ബാ. ഓക്കെ, ഇങ്ങനെ വെച്ചോളൂ. കാല് കുറച്ച് വേടാക്കി വെച്ചോ. നേരെ നിന്നു. 1,
2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20. നല്ലതാ. ഗ്രിപ്പ് സ്ട്രെങ്ത് ഉണ്ടാ നല്ലതാ. ഓക്കെ, ഇച്ചിരി അധികം ടേടാവുന്നുണ്ട് അല്ലേ? അപ്പോഴേ എല്ലാവരും കമന്റ് ചെയ്യുക. ഓക്കെ, കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നിങ്ങൾ കമന്റ് ചെയ്യാൻ പറയുന്നത് എന്താ വെച്ചാല്, നമ്മള് ഈ തരുന്ന സാധനങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടോ, ചെയ്തിട്ട് നിങ്ങൾക്ക് എങ്ങനെയുണ്ട് നിങ്ങൾക്ക് നമുക്ക് പറഞ്ഞാലല്ലേ അടുത്ത കാര്യങ്ങൾ ചെയ്യാൻ പറ്റൂ. അതുകൊണ്ടാ കമന്റ് ചെയ്യാൻ പറയുന്നത് കേട്ടോ. ചെയ്യാം. അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാല് ജമ്പിങ് സ്ക്വാട്സ് ആണ്. ഇങ്ങനെ നിന്നോളൂ, കടുപ്പിച്ച് നിന്നോളൂ, ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് ജമ്പ് ചെയ്യുക, ആ ജമ്പിൽ തന്നെ ഇരിക്കുക. അല്ലാതെ ജമ്പ് ഇങ്ങനെ ചെയ്തിട്ട് ഇരിക്കരുത്, ആ ജമ്പിന്റെ ഇതിൽ തന്നെ ഇരിക്കുക. 1 തിരിച്ചു വരിക, 2 തിരിച്ചു വരിക. മനസ്സിലായല്ലോ? റെഡി, സെറ്റ്, go. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12. Relax. അടിപൊളി. കൊള്ളാം. ഇന്ന് നന്നായിട്ട് ടയർഡാവുന്നുണ്ട്. കാരണം ഇന്ന് കുറച്ചധികം ഫുഡ് തട്ടിയിട്ടുണ്ടായിരുന്നു. അതാ, അതും ഭയങ്കര ലേറ്റ് ആയിട്ടാണ് ലഞ്ച് കഴിച്ചത്. ഒരു 4 മണിയൊക്കെ അല്ലേ, ഒരു 4 മണിയൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ ലഞ്ച് കഴിച്ചപ്പോൾ ഇച്ചിരി കട്ടിക്ക് കഴിക്കുകയും ചെയ്തു. സോ അത് ഡൈജസ്റ്റ് ആയിട്ടില്ല. അതാണ്. പക്ഷെ ഈ ഒരു ടൈമിൽ ഷൂട്ട് ചെയ്താലേ നമുക്ക് എടുക്കാൻ പറ്റൂ. ഓക്കെ, ഇല്ല ഒന്ന് നോക്കട്ടെ. ഡയറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഡയറ്റ് ഞാൻ പറഞ്ഞില്ലേ, വാട്സാപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി, ഡയറ്റ് പറഞ്ഞു തരാം. കാരണം ഒരു കോമൺ ഡയറ്റ് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു കാര്യം ചെയ്യാം, ഞങ്ങൾ എന്താണ് കഴിക്കുന്നത് എന്നുള്ള ഒരു ഇട്ട് തരാം. നാളെ ഒരു വീഡിയോ ചെയ്യാം. അപ്പൊ അത് നിങ്ങൾക്കൊരു റെഫറൻസ് ആവും. ഓക്കെ, നെക്സ്റ്റ് വൺ, ഡെഡ് ലിഫ്റ്റ്. ഡെഡ് ലിഫ്റ്റ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കറക്റ്റ് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നേ. ഇതിങ്ങനെ നിൽക്കുന്നു. എന്നിട്ട് ബാക്കിലേക്ക് കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് അറിയാം കേട്ടോ. ബാക്കിലേക്ക് പോയി 1 കണ്ടോ, മനസ്സിലായല്ലോ. 2 ഞാൻ പോയത് കണ്ടല്ലോ. റെഡി, 1,
2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12. മതി. ഞാൻ കൗണ്ട് ചെയ്ത രീതി നോക്കണ്ട കേട്ടോ. ഈ ഒരു താളത്തിന് കൗണ്ട് ചെയ്തൊക്കെ ശീലിച്ചു പോയി. വർഷം 10 അപ്പൊ ഇങ്ങനെ കൗണ്ടൊക്കെ ചെയ്ത് 12, 11 എന്നൊക്കെ പറഞ്ഞ് കൗണ്ട് ചെയ്ത് ശീലിച്ചു പോയി. അതെ അതെ അതെ. എന്തോ ആ പോടെ. അടുത്തത് മൗണ്ടൻ ക്ലൈംബേഴ്സ് ആണ്. മൗണ്ടൻ ക്ലൈംബേഴ്സ് സാധാരണ എല്ലാരും ഇങ്ങനെ ഇങ്ങനെ ചെയ്യുന്ന കണ്ടുണ്ട്. പക്ഷെ നമുക്ക് വേണ്ട, നമുക്ക് ഒരു കാല് ഇവിടെ വെക്കുക, അല്ലെങ്കിൽ ഇവിടുന്ന് കാണിച്ചില്ല, ഒരു കാല് ഫുള്ളായിട്ട് ഇവിടെ വെക്കുക. കണ്ടോ? ദെൻ 1. കണ്ടോ? ഈ ഫുള്ള് ലെഗ് വന്ന് അത്രയും എത്താൻ പറ്റാത്തവര് ഇവിടെ വെക്കുക. പക്ഷെ ഇവിടെ അല്ല, ഇവിടെ വരട്ടെ. കണ്ടോ? 1, 2, 3. കണ്ടോ? മനസ്സിലായോ? മനസ്സിലായല്ലോ? പറ്റും 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 പറ്റും. വളരെ പതുക്കെ ചെയ്താൽ സ്പീഡൊന്നും വേണ്ട. ചെയ്യാം. റെഡി, സെറ്റ്, ഓക്കെ. അതൊരു കാലം വെച്ചോ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20. Go. ഞാൻ പറഞ്ഞില്ലേ നമ്മള് ഇതുവരെ കളിച്ച കളിയൊന്നുമല്ല. കേട്ടാ? അയ്യോ, വെള്ളം വേണ്ടേ? കേക്കട്ടെ, ട്രെയിനർമാര് അണയ്ക്കും. ട്രെയിനർമാർ അണയ്ക്കും. അത് വിശന്നു എന്നും പറഞ്ഞ് നമുക്ക് 4 മണിക്ക് തന്നെ ഇത്രയും ഫുഡ് അടിച്ച് തട്ടി കഴിഞ്ഞാൽ ആർക്കാലും പണി കിട്ടുമെന്ന് മനസ്സിലായില്ലേ? അതിനകത്ത് ട്രെയിനർമാരൊന്നും ഇല്ല, എല്ലാവർക്കും പണി കിട്ടും. അതെ. കമോ. അപ്പൊ അടുത്തത് നമ്മളിങ്ങനെ പ്ലാങ്ക് പോസിൽ നിൽക്കുക. ദെൻ 1, കണ്ടോ? 2. കണ്ടോ? മനസ്സിലായോ? മനസ്സിലായോ? ചെയ്യാം. ഇങ്ങനെ ചെയ്യാം. മനസ്സിലായല്ലോ? എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലേ? ശ്വാസം കിട്ടുന്നത് അതുകൊണ്ടാണെന്ന്. അധികം വലിയ സംസാരമില്ലാത്ത നമുക്ക് ഇനിയിപ്പോ ഒരു സെറ്റ് കൂടെ, ഒരു വർക്ക് കൂടെ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഈ സർക്യൂട്ട് കഴിയും. അപ്പൊ നമുക്ക് വായിട്ടടിക്കാം. ഓക്കെ, കം ഓൺ. യെസ്, പ്ലാങ്ക് ഇരിക്കുന്നു. ദെൻ 1, ഓക്കെ, 2, 3, 4, 5, 6, നടുപൊങ്ങല്ലേ,
7, 8, 9, 10, 11, 12. മതി. അയ്യോ ജടി. എങ്ങനെയുണ്ട് അന്നത്തെ വർക്കൗട്ട്? എങ്ങനെയുണ്ട്? അടുത്തത് വളരെ ചെറിയ സാധനമാണ്, ബർപ്പീസ്. 10 കൗണ്ട്സ് ആണോ? അപ്പൊ ഇന്നത്തെ ഇത്തിരി ഹെവിയാണ്. എല്ലാവരും ഇതുപോലെ ഞങ്ങളുടെ കട്ടയ്ക്ക് തന്നെ ഫോളോ ചെയ്യണമെന്ന് ഞാൻ പറയണില്ല. റെസ്റ്റ് ഒക്കെ എടുത്ത് പോസ് ഒക്കെ ചെയ്ത് വെള്ളമൊക്കെ കുടിച്ച് പതൊക്കെ ചെയ്ത് പോയാൽ മതി. ബട്ട് എന്നും പറയുന്ന പോലെ കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, വർക്ക്ഔട്ട് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ അജണ്ട. ഓക്കെ, റെഡി? അടുത്തത് ബർപ്പീസ്. ഓക്കെ, ബർപ്പീസ് എങ്ങനെ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാല് ഇതിനകത്തൊരു പുഷപ്സ് ഉണ്ട്, അത് ഞാൻ കട്ട് ചെയ്യാണ്. നമുക്ക് പുഷപ്സ് വേണ്ട, ജസ്റ്റ് ജമ്പ് മാത്രം മതി. ഇതാ ബെൻഡ് ചെയ്യുക. ഓക്കെ, ബെൻഡ് ചെയ്തിട്ട് ബാക്കിലേക്ക് ജമ്പ് ചെയ്യുക. കണ്ടോ, ഫുള്ളായിട്ട് ജമ്പ് ചെയ്യുക. ദെൻ ഫ്രണ്ടിലേക്ക് ജമ്പ് ചെയ്യുക. ഫ്രണ്ടിലേക്ക് ജമ്പ് ചെയ്യുമ്പോ ഞാൻ ഈ വന്നിരുന്നത് പോലെ മൊത്തം വന്നിരിക്കാൻ നോക്കുക, അല്ലാതെ ഇങ്ങനെ വന്നിരിക്കണ്ട. ഇനി ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്നുള്ളെങ്കിലും ഓക്കെ, എന്നാലും നിങ്ങൾ ട്രൈ ചെയ്യുക. ഓക്കെ, ഇരിക്കുക, മുകളിലേക്ക് ജമ്പ് ചെയ്യുക. ഞാനത് പെട്ടെന്ന് കാണിച്ചു തരാം. ബെൻഡ് ചെയ്യുന്നു, ബാക്കിലേക്ക് ജമ്പ് ചെയ്യുന്നു, ഫ്രണ്ടിലേക്ക് ജമ്പ് ചെയ്യുന്നു, മുകളിലേക്ക് ജമ്പ് ചെയ്യുന്നു. കണ്ടോ, ബെൻഡ് ചെയ്യുന്നു, ബാക്കിലേക്ക് ജമ്പ് ചെയ്യുന്നു, ഫ്രണ്ടിലേക്ക് ജമ്പ് ചെയ്യുന്നു, മുകളിലേക്ക് ജമ്പ് ചെയ്യുന്നു. ഞാൻ എക്സ്ട്രാ 3 കാണിക്കുന്നത്. സീനിയർ ആണെങ്കിലും മനുഷ്യനാണല്ലോ. അതെ, മനുഷ്യല്ലേ പിള്ളേ. സ്റ്റാർട്ട് ചെയ്യാം മക്കളെ. Ready, ready, set, go. 10 counts. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. അടിപൊളിയേ. അപ്പൊ ഒരു 2 minutes വേണ്ട, 3 minutes എടുത്തോ. 3 minutes റെസ്റ്റ്. കുറയ്ക്കണം അല്ലേ? കുറയ്ക്കാം കേട്ടോ. ആണോ? സോറി, കുറയ്ക്കാമേ. പെട്ടെന്ന് ചെയ്താൽ പെട്ടെന്ന് ഇരിക്കാമല്ലോ എന്ന് വിചാരിച്ചു. ഇത് അങ്ങോട്ട് ഇതാ കുപ്പിങ് എടുത്തേ. അതെ, ഫുഡ് ദഹിച്ചിട്ടില്ല. അത് തന്നെയാ പ്രശ്നം, ഫുഡ് ദഹിച്ചിട്ടില്ല. കഴിച്ചിട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, മാക്സിമം വർക്കൗട്ടിന് ഒരു 2 മണിക്കൂർ മുന്നെങ്കിലും ഇതുപോലുള്ള ഹെവി ഫുഡ് കഴിക്കുക. 1 മണിക്കൂർ മുന്നേ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രീ വർക്കൗട്ട് ആയിട്ട് എന്തെങ്കിലും കഴിക്കാം. പക്ഷെ ഇതുപോലെ ഹെവി കഴിക്കരുത് കേട്ടോ. ഇങ്ങനെ പട്ടി കണക്കുന്നുള്ള അണക്കേണ്ടി വരും. അതെ അതെ അതെ. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള സാധനം ഒഴിവാക്കുക. മാക്സിമം നിങ്ങൾ ഇതുപോലുള്ള ഹെവി ഫുഡൊക്കെ ഒഴിവാക്കുക കേട്ടോ. ഞങ്ങള് ഒരു സാമ്പിള് കാണിക്കാൻ വേണ്ടി ഹെവി കഴിച്ചതാണെന്ന് നമുക്ക് വരുത്തി തീർക്കാം. അപ്പോ
പിന്നെ എന്താ, നിങ്ങൾ ഭയങ്കരമായിട്ട് ഇപ്പൊ നമ്മൾ ഇത്തിരി ഹാർട്ട് ബീറ്റ് ഭയങ്കരമായിട്ട് കൂടിയ പോലെ ഫീൽ ഇല്ലേ? അങ്ങനെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇരിക്കാട്ടോ. എപ്പോഴും നിങ്ങൾ നിങ്ങളുടെ ബോഡി ഞാൻ പറയുന്നതിനേക്കാളും നിങ്ങളുടെ ബോഡി പറയാൻ നിങ്ങൾ കേൾക്കണം. അതായത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല, തലകറക്കം വരുന്നു, അങ്ങനെ എന്തെങ്കിലും പ്രശ്നം, ചെസ്റ്റ് പെയിൻ അങ്ങനെ തോന്നുന്നു, അവിടെ പതുക്കെ ഇരിക്കുക, ഇരിക്കുക. പിന്നെ കണ്ടിന്യൂസ് ചെയ്യരുത്. ഞാനത് കംപ്ലീറ്റ് ചെയ്യാൻ പറയുന്നത് നിങ്ങൾക്ക് ഒരു മടി വന്നു, അയ്യോ ഇത്ര എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല, ഈ സ്പീഡിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്ന രീതിയിലാണെങ്കിൽ മാത്രമാണ് ഞാനിത് കംപ്ലീറ്റ് ചെയ്യാൻ പറയുന്നത്. പക്ഷെ നിങ്ങളൊരു ആരോഗ്യ പ്രശ്നത്തിലേക്ക് വന്നിട്ട് നിങ്ങളിത് കണ്ടിന്യൂ ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. എപ്പോഴും നിങ്ങളുടെ ബോഡി പറയുന്നത് നിങ്ങൾ കേൾക്കുക. ഓക്കെ, അപ്പൊ എന്റെ ബോഡി എപ്പോഴും വെറുതെ ഇരിക്കാനാ പറയുന്നത് പറയരുത് കേട്ടോ. എനിക്ക് ആ കമന്റ് വേണ്ട, ആ കമന്റ് നിരോധിച്ചിരിക്കുന്നു. അപ്പോ പിന്നെന്താ, പിന്നെ നിങ്ങൾ എപ്പോഴും ഒരു വാമപ്പ് ചെയ്തതിന് ശേഷമേ ഒരു വർക്കൗട്ടിലേക്ക്, എവിടെ പോയി നിങ്ങൾ വർക്കൗട്ട് ചെയ്യാൻ പോവാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു വാമപ്പ് ഒക്കെ ചെയ്ത് നിങ്ങളുടെ ബോഡി ഹീറ്റ് ഒക്കെ ഉയർത്തിയതിനു ശേഷം മാത്രമേ നിങ്ങൾ ഒരു വർക്കൗട്ടിലേക്ക് പോകാൻ പാടുള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ അതിന് ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾ നേരിടേണ്ടി വരും. ചിലപ്പോൾ ഒന്നും സംഭവിക്കത്തില്ലായിരിക്കും, പക്ഷെ അങ്ങനെ ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ, സംസാരിച്ചിരുന്ന സമയം പോയത് അറിഞ്ഞില്ല. 3 മിനിറ്റായി, എഴുന്നേറ്റോ. യെസ്. അയ്യോ, ഇന്നെന്ത് ഇത്ര ചൂട്? ക്ലൈമറ്റ് മാറിയതിന്റെ ആയിരിക്കും അല്ലേ? സുനാമി വന്നിട്ട് സമയം മാറിയത്. ഈശ്വര ഭഗവാനെ, വാ. ദുരന്തർ സിംഗ് ഇവിടെ പല്ലിയുണ്ടോ? അയ്യോ, 5 ആണെങ്കിൽ എടുക്കാം. ഞാൻ 7.5 എടുക്കാൻ പോകുന്നു. ഓക്കെ, സെക്കൻഡ് സർക്യൂട്ട്. നമ്മളങ്ങനെ സെക്കൻഡ് സർക്യൂട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഡംബൽ ത്രസ്റ്റേഴ്സ്. ഡംബൽ എടുക്കുന്നു, ഷോൾഡറിൽ വയ്ക്കുന്നു, സ്ക്വാട്ട് ചെയ്യുന്നു. 1. ഓക്കെ, ഇരിക്കുന്നു. 2. What happened? 3, 4, 5, 6, 7, 8, 9, 10. Come on. 11. More. 12. കൊള്ളാം കേട്ടോ, ഞാൻ കുറച്ച് സംസാരിക്കുന്നില്ല, ശ്വാസം പോയി. കണ്ടോ കണ്ടോ, കൊള്ളാം. അപ്പൊ അടുത്തത് റെനഗേഡ് റോ ആണ്. ആണോ, ഇതല്ലേ? ഇതെനിക്ക് ഇവിടെ തട്ടിയതാട്ടോ അതിൻ്റെ ഉള്ളിൽ. ഇവിടെ ഇന്നലെ ഞാൻ അല്ല. ഓക്കെ, റെഡി? ചെയ്യാം. നിങ്ങൾക്ക് നമ്മുടെ സെഷനിൽ എന്തെങ്കിലും കുറവുകളോ പ്രശ്നങ്ങളോ അപാകതകളോ തോന്നുകയാണെങ്കിൽ അതും തുറന്ന് പറയണം കേട്ടോ. യെസ്, നിൽക്കുന്നു. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14,
15, 16, 17, 18, 19, 20. ഇനി കൗണ്ടും കൂടെ ചെയ്യുന്നുണ്ടേ. എങ്ങനെ സംസാരിക്കായിരിക്കും? അവരോട് പിന്നെ ആരും സംസാരിക്കും? നീ സംസാരിച്ചു. ബട്ട് ഒരു ബോറടിക്കത്തില്ലേ? നിങ്ങൾക്ക് ഞങ്ങളുടെ കൂടെ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? എന്തെങ്കിലും അതുകൊണ്ടേ പറയണേ. കൂടെ ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറയണം. അതനുസരിച്ച് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. എന്തും ചെയ്യാൻ പറ്റും. നമുക്ക് സ്പീഡ് കുറച്ചും കൂട്ടിയും അങ്ങനെയൊക്കെ മാറ്റിയും നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതനുസരിച്ചുള്ള വർക്കൗട്ടുകളും ഓൾട്ടർനേറ്റ്സും ഒക്കെ തരാം. ഓക്കെ, നമുക്ക് പതുക്കെ നിങ്ങളെല്ലാവരും റെഡി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. ഓക്കെ, ജംപ് സ്ക്വാട്ട്. റെഡി? ജംപ് സ്ക്വാട്ട് ആണ്. നേരത്തെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ ചെയ്യുന്ന കഴിഞ്ഞ സർക്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഇങ്ങനെ നിൽക്കുന്നു, ജമ്പ് ചെയ്യുന്നു, ഇരിക്കുന്നു. ഓക്കെ, നിങ്ങൾ ഒരിക്കലും ജമ്പിങ്ങിന് ചെയ്ത് നിന്നു അങ്ങനെ പോകരുത് കേട്ടോ. ആ ജമ്പ് ചെയ്ത് വന്ന നിൽക്കുന്ന ആ ഫോഴ്സിൽ താഴോട്ട് പോവുക. ഓക്കെ, 12 counts. ആണോ? നിനക്ക് റെസ്റ്റ് എടുക്കണോ? ആണോ? വേണമെങ്കിൽ എടുത്തോ. റെഡി? കം ഓൺ. 1, 2, പതുക്കെ ചെയ്യാം 3, അല്ല നീയല്ലേ പറഞ്ഞ 4, 5, 6, 7, 8, 9, 10, 11, 12. ഇരുന്നു. സെക്കൻഡ് സർക്യൂട്ടിൽ ഇതാണുള്ള അവസ്ഥ. കറങ്ങുന്നുണ്ടോ? എന്നാ ഇരുന്നോ, മാറിയിരുന്നോ, ബാക്കി വെച്ചോളാം. ഫുഡ് അടിക്കുമ്പോഴേ വയററിഞ്ഞടിക്കണം. വയററിഞ്ഞ് കഴിക്കണം കേട്ടാ. വേണ്ട പറ്റുന്നില്ലെങ്കിൽ വേണ്ട. നീ പാവം ബർക്കിപ്പറ. അയ്യോ നെഞ്ചു കലരുതടി. സുത്തുദേ ഭൂമിയാണോ? അല്ലല്ല. എന്നാ ബാ. അതെ അതെ. ദേ ഓക്കെ, ഡെഡ് ലിഫ്റ്റ് ആണ് ഇത് കേട്ടോ. അല്ല കാണിച്ചു കൊടുക്ക. ഇതാണ്. റെഡി? കം ഓൺ. 1, 2, 3, പതുക്കെ. 4, ഇവിടെ തന്നെ ഹോൾഡ് ചെയ്. 5, 6, 7, 8, 9, 10,
11, 12. Relax. അയ്യോ ഇച്ചിരി ഓക്സിജൻ പിടിക്കട്ടെ, ഓക്സിജൻ. ഇല്ല, മഴ പോയി. നിങ്ങൾ ഇപ്പൊ എന്തോരം ആക്റ്റീവായി നോക്കണേ. ഇത് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തോരം ഫസ്റ്റ് ഡേയിൽ നിന്ന് ആക്റ്റീവായി എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഈ സെഷൻ നിങ്ങൾ നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്ത സെറ്റായി, ഞങ്ങളും കൃതാർത്ഥരായി, ധന്യരായി. കാരണം നമ്മുടെ കൂടെ ചെയ്ത് ഒരു ബിഗിനറായിട്ട് ചെയ്ത് ഈ 3rd വീക്കിൽ ഈ വർക്കൗട്ട് കംപ്ലീറ്റ് ചെയ്യാൻ നിങ്ങൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷവും ഭയങ്കര ഭയങ്കര അച്ചീവ്മെന്റ് ആണ് ഞങ്ങൾക്കത്. ഓക്കെ, അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണേ, പറയണം കേട്ടോ. ഓക്കെ, മൗണ്ടൻ ക്ലൈംബേഴ്സ്. ആക്ച്വലി ഇപ്പൊ ഞാൻ ചെയ്യുന്ന മൗണ്ടൻ ക്ലൈംബേഴ്സ് ഇപ്പം ഇപ്പൊ നമ്മൾ ചെയ്തില്ലേ ആ ജമ്പ് ചെയ്യുന്നത്, അപ്പൊ മിക്കവാറും എല്ലായിടത്തും അതല്ല സാധാരണ കാണിക്കുന്നത്. ഇത് കുറച്ചും കൂടി എഫക്റ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. അത് കുറച്ചും കൂടി ട്രഡീഷണലി ചെയ്തു വരുന്ന ഒരു വർക്കൗട്ടാണ്. ഞാൻ ആ കാല് ഫുള്ളായിട്ട് വെച്ചിരുന്നത്. ഓക്കെ, സാധാരണ എല്ലാവരും ഇതാണ് ചെയ്യുന്നത്, പക്ഷെ അതിനേക്കാളും കുറച്ചുകൂടെ നല്ലത് ഇതാണ്. ഓക്കെ, ചെയ്യാം നമുക്ക്. ഓർമ്മയുണ്ടല്ലോ, ഒരു കാലം ഇവിടെ ഇരിക്കുന്നു, ദെൻ ജമ്പ് ചെയ്ത് അപ്പുറത്തെ കാല് വെക്കുന്നു. ഓക്കെ, റെഡി? 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20. മറ്റേത് കത്തി തുടങ്ങി. പോക. ആണോ? മറിക്കോ, ബർപ്പി ചെയ്യാൻ നിൽക്കണ്ട കേട്ടോ. ആ, പോയിരുന്നു. ചാരി ഇരിക്കണേ. ആ ആ അപ്പൊ ഒരാൾ ഔട്ടായിരിക്കുന്നു. വെള്ളം കുടിച്ചോട്ടാ, സിപ്പ് ചെയ്ത് കുടിച്ചോ. ഇതിരിക്ക് 3rd സെറ്റില് നമ്മുടെ ഈ ജമ്പിങ് അല്ലാത്ത വർക്കൗട്ട് ചെയ്യാൻ പറ്റും. നോക്ക്, ഹിപ് ത്രസ്റ്റേഴ്സും ചെയ്യാൻ പറ്റും. അത് ഈ കാർഡിയോ വരുമ്പോൾ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. കാരണം നമ്മൾ ഇത്രയും ദിവസം നമ്മുടെ വർക്കൗട്ട് നമ്മൾ കാർഡിയോ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. കാരണം ഞാൻ ആദ്യം തന്നെ കാർഡിയോ തന്ന് നിങ്ങളെ ഭയങ്കര ടയർഡ് ആക്കണ്ട, ആ ഒരു രീതിയിലേക്ക് ആക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ് പതുക്കെ സ്ട്രെങ്ത് ട്രെയിനിങ് കൊണ്ടുവന്നിട്ട് ഇപ്പൊ 2 കാർഡിയോ ഞാൻ ആഡ് ചെയ്തത്. അപ്പോൾ ഈ കാർഡിയോ ആഡ് ആകുമ്പോൾ ഇങ്ങനെ വരാനുള്ള ചാൻസ് ഉണ്ട്. കാരണം നിങ്ങളുടെ ഹാർട്ട് ബീറ്റ് പെട്ടെന്ന് കൂടുന്നത് കൊണ്ടും കുറച്ചും കൂടെ ടയറിങ് ആണല്ലോ. മറ്റേതുപോലെ നമ്മളൊരു ടൈം കൊടുത്തല്ല ചെയ്യുന്നത്, ഇത് ഇത്തിരി സ്പീഡ് ചെയ്യുന്നത് കൊണ്ടും നമ്മൾ ഈ അവസ്ഥയിലാവാൻ ചാൻസ് ഉണ്ട്. അപ്പോ അങ്ങനെ ഉണ്ട്. എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളും അതുപോലെ മാറിയിരിക്കുക. വെള്ളം എടുത്ത് ചെറുതായിട്ട് സിപ്പ് ചെയ്ത് കുടിക്കുക. ഒറ്റടി കുടിക്കരുത്, സിപ്പ് ചെയ്ത് കുടിക്കുക കേട്ടാ. ആ, സിപ്പ് ചെയ്ത് കുടിക്കാവുള്ളൂ. അപ്പൊ നമ്മളെന്താ ലാസ്റ്റ് ചെയ്ത്? അല്ല, നമ്മള് മൗണ്ടൻ ക്ലൈംബേഴ്സ് അല്ലേ ഇത്? ഓക്കെ, അടുത്തത് പ്ലാങ്ക് ടു പുഷപ്പ്. നിൽക്കുന്നു ഇങ്ങനെ. ഓക്കെ, റെഡി, സെറ്റ്,
ഗോ. 1 തെന്നി സ്വന്തം വിയർപ്പ് തെന്നിയ. റെഡി. 1 2 3 4 5 6 7 8 9 10 11 12 നമ്മൾ ചെയ്തേ. അപ്പോ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായില്ലേ? നമ്മൾ ഈ ടൈമറൊക്കെ ഇട്ട് മ്യൂസിക് ഒക്കെ ഇട്ട് വർക്ക്ഔട്ട് ചെയ്യുന്ന പേജുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അവിടെയും ട്രെയിനേഴ്സ് ഇങ്ങനെ അണയ്ക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ മനസ്സിലാവാതുകൊണ്ടാ. നമ്മളിപ്പോ ഭയങ്കര റോ ആയിട്ടാണ് നിങ്ങൾക്ക് വർക്ക്ഔട്ട് ചെയ്യുന്നത്. ഇങ്ങനെ തന്നെയാണ് ഉണ്ടാവുന്നത്. വർക്ക്ഔട്ട് ചെയ്യുമ്പോഴും എല്ലാവരും അണയ്ക്കും, എല്ലാവരും മനുഷ്യരാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ തന്നെയാണ് ഉണ്ടാവുന്നത്. അതൊക്കെ നിങ്ങൾക്ക് ഇരിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. അപ്പൊ നമ്മളിത് കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, ടച്ചപ്പ് ചെയ്യുന്നുണ്ട്. ഇതിപ്പോ ആക്ച്വലി ഞാൻ ഇതിനെ കണ്ടിരിക്കുന്നത് നമ്മൾ ഒരുമിച്ച് വർക്ക്ഔട്ട് ചെയ്യുന്നതായിട്ടാണ്. ഓക്കെ, നമ്മൾ ഒരുമിച്ച് വർക്ക്ഔട്ട് ചെയ്യുന്ന രീതിയിലാണ് ഞാൻ ഇതിനെ കണ്ടിരിക്കുന്നത്. എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു, എന്നിട്ട് ഒരു പ്ലാൻ ചെയ്ത് നമ്മൾ ഒരുമിച്ച് വർക്ക്ഔട്ട് ചെയ്യുന്നു എന്ന രീതിയിലാണ്. അങ്ങനെ തന്നെ മുന്നോട്ട് പോകാനാണ് എനിക്കിഷ്ടം. എൻ്റെ കൂടെ, അതായത് ഞാനും ഇപ്പൊ ഈ വർക്ക്ഔട്ട് തന്നെയാണ് ചെയ്യുന്നത്, നിങ്ങൾക്ക് തരുന്ന ഈ വർക്ക്ഔട്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഒരുമിച്ച് എന്താണ് നമുക്ക് മാറ്റം വരുന്നത്, ഒരുമിച്ച് നമുക്ക് എന്താണ് ചേഞ്ച് വരുന്ന രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ബർപ്പീസ് ആണ്. ഞാൻ നേരത്തെ കുറച്ച് സ്പീഡ് ചെയ്തു എന്നുള്ളൊരു പരാതി വന്നത് കൊണ്ട് പതുക്കെ ചെയ്യാം. ബോധം പോയിരിക്കുകയാണോ? Ready? Come on. ബർപ്പീസ് ഓർമ്മയുണ്ടല്ലോ. ബെൻഡ് ചെയ്യുന്നു, ബാക്കിലേക്ക് ജമ്പ് ചെയ്യുന്നു, ഫ്രണ്ടിലേക്ക് ജമ്പ് ചെയ്യുന്നു, മുകളിലേക്ക് ജമ്പ് ചെയ്യുന്നു. ഒരു ജമ്പ് മയം. ഓക്കെ, റെഡി? Come on. Bend. 1 2 3 4 5 6 7 8 9 10 അയ്യോ, ഇരുത്ത്. ഫോർട്ടി 45 മിനിറ്റ്സ് ആയല്ലോ വർക്കൗട്ട് ആയിട്ട് അല്ലേ? നമ്മളിന്ന് ഇത്തിരി ഹെവി ആയതുകൊണ്ടാണ് അതോ ടൈം ഇങ്ങനെ കൂടി പോന്നേ. നല്ല മണം വരുന്നല്ല.
ശ്വാസം തിരികെ കിട്ടിയിരിക്കുന്നു. വെള്ളം തരൂ. ഇത് നിന്റെ കയ്യിലെ ബാക്കി ഇരിക്കുക. അയ്യോ, അതുകൊണ്ട് ത്രസ്റ്റേഴ്സ് ചെയ്താൽ മതി. നീ വെയിറ്റ് എടുക്കണ്ട, അല്ലെങ്കിൽ 2.5 എടുത്തോ. വേണമെങ്കിൽ ചെയ്താൽ കേട്ടോ, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പറ്റുമെങ്കിൽ ചെയ്താൽ മതി. ഇതൊക്കെ ഒന്നൊരു 8-9 മണിക്കൊക്കെ ചെയ്തിട്ട്, ഇപ്പൊ നിങ്ങൾ 10 മണിക്ക് ഉറങ്ങുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് കേട്ടോ, താമസം ഉറങ്ങുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഒരു അല്ലെങ്കിൽ ഈവനിങ് ഒക്കെ ചെയ്തിട്ട് രാത്രി ഒന്ന് കിടന്ന് ഉറങ്ങി നോക്കി, എന്താ സുഖം. അതെ, വാരി വലിച്ച് കഴിച്ചത്താ ഈ ഇരിപ്പിരിക്കുന്നത്. അതൊക്കെ പോയി, ഫസ്റ്റ് സെക്യൂരിറ്റിയിൽ ഉണ്ടാവുന്നുള്ളൂ. എന്താ ചെയ്യാ, വീഡിയോ എടുക്കാൻ വേണമല്ലോ. കഴിച്ചും പോയി. അല്ല, ഓണമല്ലേ, ഇപ്പൊ ഇതിനെ ജിംഗിൾ ബെൽസ്. ക്രിസ്മസ് ആകുമ്പോൾ ജിംഗിൾ ബെൽസ് പാടാം. ഇനിയിപ്പോ നമുക്ക് ഓണം സ്പെഷ്യൽ വർക്കൗട്ട് ഉണ്ടോ ഞങ്ങളുടെ സദ്യ ദഹിക്കാൻ. അതായത് ഓണം അടുപ്പിച്ച് പലരും വർക്കൗട്ടൊക്കെ നിർത്തുന്ന, വർക്കൗട്ട് ഭയങ്കരമായിട്ട് ശക്തിക്ക് ചെയ്യുന്നവർ നിർത്തുന്ന സമയമാണ്. പിന്നെ സദ്യയുടെയും പായസത്തിന്റെയൊക്കെ സമയമല്ലേ, പാടാം. എന്നാലും നമ്മൾ ഓണം സ്പെഷ്യൽ വർക്കൗട്ട്സ് ഒക്കെ ഉണ്ട് കേട്ടോ. ശരി, സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ സർക്യൂട്ട് എങ്ങനെയെങ്കിലും ചെയ്യാം, ടപ്പയും തീർക്കാം. അങ്ങനല്ല കേട്ടോ, കറക്റ്റ് സമയത്ത് ചെയ്യുക, ഇരിക്കുക, വെള്ളം കുടിക്കുക, ചെയ്യുക. ഓക്കെ, ഇന്ന് ഇത്തിരി ലോങ് ആണ് നമ്മുടെ സെഷൻ, എങ്കിലും കുഴപ്പമില്ല. ഒരു കൈ തരൂ. പറ്റത്തില്ല. ഓക്കെ, ഇരുന്നോ. വാളുണ്ടോ? പോകോ. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് മുഗ്ധ അറിയാം, അപ്പൊ ശരിയാവും. മുഗ്ധ അറിയാം, അപ്പൊ ശരി. ഓക്കെ ഗുയ്സ്, നമുക്ക് ചെയ്യാം. അപ്പൊ ഇതാണ് ആക്ച്വലി ഒരു സാധാരണ അലങ്കാരങ്ങളൊന്നും ഇല്ലാത്ത വർക്കൗട്ട് റൊട്ടീൻ. ചിലപ്പോ തലകറങ്ങും, വീഴും, അണയ്ക്കും, പട്ടി അണയ്ക്കുന്ന പോലെ അണയ്ക്കും, ഒക്കെ നടക്കും. ഇത് തന്നെയാണ് നമ്മളെല്ലാം ചെയ്യുന്നത്. എല്ലാരും ഭയങ്കര സ്ട്രെങ്ത് ആയിട്ടൊക്കെ, നമുക്ക് ഭയങ്കര സ്ട്രെങ്ത് ആയിട്ട് ഫീൽ ചെയ്യുന്ന ആൾക്കാർ പോലും ഇതൊക്കെ പറ്റുന്നവർ തന്നെയാണ് കേട്ടോ. പിന്നെ ഇതുപോലെ കട്ടയ്ക്ക് ഫുഡ് അടിച്ചിട്ട് ചെയ്യുമ്പോഴും റെഡി, കം ഓൺ, വാ. ഇത് വെക്കുന്നു, then 1. ഓക്കെ, ചെയ്യാം. റെഡി, കം ഓൺ. വേണ്ട. 1 2 3 4 5 6 7 8 9 10 11 12. അയ്യോ, ഞാൻ വെച്ച് ടയർഡായി കിടന്നു. അതെ, ഇന്നൊരു കിണ്ണ സാധനം, ചിക്കൻ ചമ്മന്തി. ചിക്കൻ ചമ്മന്തിയും ചോറും വയററിയാതെ കഴിച്ചുപോയി.
കൊള്ളാം, സാധനം അടിപൊളിയായിരുന്നു. ബട്ട് ഇപ്പൊ പൊളിഞ്ഞു കിടക്കുക. വേണ്ട, നിന്റെ കൊണ്ട് കേൾക്കല്ലോ, മൈക്കല്ലേ ഇവിടെ. ഇത്തിരി വെള്ളം വേണ്ടി കേട്ടോ എനിക്ക്. ആ നിങ്ങൾ വെള്ളം കുടിക്കണം കേട്ടോ. വെള്ളം കുടിക്കുക. വെള്ളം കുടിക്കാന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇത്രയും വെള്ളം കുടിക്കണം അങ്ങനെയൊന്നുമല്ല. ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കുക. വർക്കൗട്ടിനിടയ്ക്കും സിപ്പ് ചെയ്ത് വെള്ളം കുടിക്കുക കേട്ടോ. മാക്സ് നിങ്ങൾ വെള്ളം, ഞാൻ ഇന്നും പറഞ്ഞിട്ടുണ്ട്, വെള്ളത്തിന് പകരം ഒന്നിനെയും ആക്കാതിരിക്കുക. അതായത് വെള്ളത്തിന് വെള്ളം തന്നെ കുടിക്കുക. കുറേ പേര് വെള്ളത്തിനും പകരം ഈ കൊക്കക്കോളയും പെപ്സിയും ഒക്കെ മാത്രം കുടിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. അത് മാത്രം കുടിക്കും, വെള്ളം കുടിക്കത്തില്ല. ദാഹിക്കുമ്പോൾ അത് മാത്രം കുടിക്കുന്നത് കേട്ടോ. അതുപോലെ ഒന്നും ആവല്ലേ. റെഡി, ചെയ്യാം. റെനിക്കേറ്റ് റോ. നമ്മളിങ്ങനെ നിൽക്കുന്നു. ദെൻ 1, മനസ്സിലായില്ലേ? അത് തന്നെ. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20. നീ ആ ജനലം തുറന്നിട്ടു. അവിടെ ഇരിക്കല്ലേ. റെഡി, ജംപ് സ്ക്വാട്സ്. കാലിങ്ങനെ വെക്കുന്നു. Then 1 2 3 4 5 6 7 8 9 10 11 12. അല്പം കട്ടി കൂടിയ 13th ഡേ അല്ലേ? അയ്യേട്ടാ, അതുകൊണ്ടാ സംസാരിക്കുന്നത്, കുഴഞ്ഞു. എങ്ങനെയുണ്ട്?
ഇന്നത്തെ വർക്കൗട്ട് എങ്ങനെയുണ്ട്? പൊളിച്ചില്ലേ? മൗണ്ടൻ ക്ലൈംബേഴ്സ് ചെയ്യാം. ഇവിടെ ഇരിക്കട്ടെ, കാല്. Then 1, okay, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20. അയ്യോ, കൊള്ളാം, നൈസ് അല്ലേ? കാർഡിയോ കൂടെ വന്നപ്പോ തികഞ്ഞ്. ചെയ്യാം. ഡംബൽ എടുത്തോളൂ. ചെയ്യാം. ഡെഡ് ലിഫ്റ്റ് ആണ്. ദേ നോക്കിയ ഇങ്ങനെ നിൽക്കുന്നു. 1. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. റെഡി, കം ഓൺ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, come on, 12. Relax. നമുക്ക് ഒരു 3, നമ്മൾ 13th ഡേ എന്ന് പറയുമ്പോൾ നമ്മളൊരു ഇത് തുടങ്ങിയത് ഒരു 14 days ആയി നമ്മളിപ്പം യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തിട്ട്. ആ 14 daysലും നമുക്ക് നല്ല റെസ്പോൺസ് ആണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ ഇനിയും നിങ്ങളെ കമന്റ്സ് ഒക്കെ അറിയിക്കുക കേട്ടോ. അടുത്ത് ചെയ്യാം, നമുക്ക് ചെയ്യാം. ഓക്കെ, റെഡി, കൈ ഇങ്ങനെ വെച്ചു. Then 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12.
നിങ്ങൾക്ക് ഇത്രയും ഒരു ലെങ്തി സെഷൻ മീൻസ് ഈ ഒരു 1 hour ചെയ്യാൻ ഇങ്ങനെ ഫോളോ ആയിട്ട് വർക്ക്ഔട്ട് നിങ്ങൾക്ക് കിട്ടത്തില്ല. ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്ന് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് പ്രോഗ്രസീവ് ആയിട്ട് കൂട്ടി വരേണ്ടത് എന്നൊക്കെ പറഞ്ഞൊരു വർക്ക്ഔട്ട് സെഷൻ നിങ്ങൾക്ക് കിട്ടത്തില്ല. മാക്സിമം യൂസ് ചെയ്യുക. ചെയ്യാം. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ബർപ്പീസ്. എന്ത് പറ്റി? എടുത്തോ. ഫൈനൽ ബർപ്പീസ്. ഓക്കെ, റെഡി? കം ഓൺ. ദേ ഓർമ്മയുണ്ടല്ലോ, ബെൻഡ് ചെയ്യുന്നു, ബാക്കിലേക്ക് ജമ്പ് ചെയ്യുന്നു, ഫ്രണ്ടിലേക്ക് ജമ്പ് ചെയ്യുന്നു, മുകളിലേക്ക് ജമ്പ് ചെയ്യുന്നു. റെഡി, സെറ്റ്, ഗോ. 1 2 3 4 5 6 7 8 9 10. കൊള്ളാം. നമ്മളത് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു കേട്ടോ. സൂപ്പർ. സ്ട്രെച്ച് ചെയ്യാം. റെഡി, കം ഓൺ. നേരെ ഇരിക്കുന്നു, ഫ്രണ്ടിലേക്ക് പോകുന്നു. 1 2 3 4 5 6 7 8 9 10. സൈഡിലേക്ക്. കം ഓൺ. 1 2 3 4 5 6 7 8 9 10. ഇങ്ങോട്ട്. 1 2 3 4 5 6 7 8 9 10. ഇരുന്നോളൂ. 1 2 3 4 5 6. കൈ ഇങ്ങോട്ട് ബാക്ക് വെച്ചോ. 1 2 3 4 5 6 7 8 9 10. ഇതാ 1 2 3 4 5 6 7 8 9 10. 1 2 3 4 5 6 7 8 9 10. ഓക്കെ, അപ്പോ ഭീകര സെഷൻ ആയിരുന്നല്ലേ ഇന്ന്. ഞാനും കുറച്ച് ടയർഡായി പോയി. അപ്പോ അടിപൊളി. നാളെ 14th ഡേ ആയിട്ട് കാണാം. അതുവരെ ബൈ ബൈ, ഗുഡ് നൈറ്റ്.
ബൈ.